PSC Teaching Journal. Learn daily, win surely. ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇന്ന് ഒക്ടോബർ 23 പ്രശസ്ത വ്യക്തികളെക്കുറിച്ച് നാം പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ലോക പ്രശസ്ത ഫുട്ബോൾ താരമായ പെലെയുടെ ജന്മദിനം, ബുക്കർ സമ്മാനം നേടിയ പ്രശസ്ത എഴുത്തുകാരൻ അരവിന്ദ് അഡിഗയുടെ ജന്മദിനം, അന്താരാഷ്ട്ര മോൾ ദിനം കൂടിയാണ് ഇന്ന്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. ഇതാ ഒക്ടോബർ 23 അന്താരാഷ്ട്ര മോൾ ദിനം. ഇത് PSCയുടെ ഇഷ്ട ചോദ്യമാണ്. ഒരുപാട് PSC പരീക്ഷകളിൽ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ആറ്റങ്ങളും തന്മാത്രകളും അളക്കുന്നതിനുള്ള ഒരു SI യൂണിറ്റാണ് മോൾ. അതിന്റെ കണ്ടുപിടുത്തക്കാരനായ അമേഡിയോ അവഗാഡ്രോയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മോൾ ദിനം, രസതന്ത്ര പ്രതിഭാസ ദിനം. രസതന്ത്ര പ്രേമികളും വിദ്യാർത്ഥികളും രസതന്ത്രജ്ഞരും എല്ലാ വർഷവും ഒക്ടോബർ 23 മോൾ ദിനം ആഘോഷിക്കുന്നത്. ഈ ദിവസം രാവിലെ 6:02 മുതൽ വൈകുന്നേരം 6:02 വരെയാണ് ആഘോഷ പരിപാടികൾ. ഇത് അവഗാഡ്രോ നമ്പറിനെ സൂചിപ്പിക്കുന്ന 6:02:10:23 എന്ന തീയതിയിലും സമയത്തുമാണ് ആഘോഷിക്കുന്നത്. ഒരു മോളിന്റെ അളവ് യൂണിറ്റായ അവഗാഡ്രോ സംഖ്യയെ 6.022 × 10⁻23 സൂചിപ്പിക്കുന്നതിനാണ് ഈ ദിനവും സമയവും തിരഞ്ഞെടുക്കുന്നത്. 10-23 സൂചിപ്പിക്കുന്നതിനായി 10ാം മാസമായ ഒക്ടോബറിനെയും 23 സൂചിപ്പിക്കുന്നതിനായി 23ാം ദിനവും തിരഞ്ഞെടുത്തു. 6:02 സൂചിപ്പിക്കുന്നതിനായി സമയവും തിരഞ്ഞെടുത്തു. ഈ ദിനം രസതന്ത്രജ്ഞന്മാർ പരീക്ഷണശാലയിലെ ബുൺസൺ ബർണർ നാളം ഉയർത്തി മോളിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കും. മോൾ എന്ന വാക്കിനർത്ഥം തന്മാത്രാ ഭാരം എന്നാണ്. ഇതൊരു ജർമ്മൻ വാക്കാണ്. ഫ്രീഡ്രിച്ച് വിൽഹം ഓസ്വാൾഡ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് രസതന്ത്രത്തിൽ ആദ്യമായി ഈ വാക്ക് ഉപയോഗിച്ചത്. ദ്രവ്യത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റാണിത്. 1971 ദ്രവ്യത്തിന്റെ അളവിനെ SI യൂണിറ്റായി മോൾ അംഗീകരിക്കപ്പെട്ടത്. ഒക്ടോബർ 23 ലോക പ്രശസ്ത ഫുട്ബോൾ താരമായ പെലെയുടെ ജന്മദിനം കൂടിയാണ്. പെലെ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഡ്സൺ അരാഞ്ചസ് ഡോക്ടർ നാസിമെന്റോ ഒക്ടോബർ 23 1940-2022 ഡിസംബർ 29 ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളാണ് പെലെ. ആക്രമണ ഫുട്ബോളിന്റെ സൗന്ദര്യമാർന്ന ശൈലി ലോകത്തിന് കാട്ടിക്കൊടുത്ത അദ്ദേഹത്തെ കറുത്ത മുത്ത് എന്നാണ് ലോകം വിളിക്കുന്നത്. പന്തടക്കത്തിലും ഇരുകാലുകൾ കൊണ്ടുള്ള ഷൂട്ടിങ്ങിലും അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിലും പെലെ വലിയ മികവ് പ്രകടിപ്പിച്ചിരുന്നു. 1000-ലേറെ ഗോളുകൾ സ്വന്തം പേരിൽ കുറിച്ച പെലെ 3 തവണ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്തു. പെലെ അഭിനയിച്ച സിനിമയാണ് എസ്കേപ്പ് ടു വിക്ടറി 1981. കൂടാതെ നിരവധി അഭിനയ വാണിജ്യ സംരംഭങ്ങളും നടത്തിയിട്ടുണ്ട്. 2010 ന്യൂയോർക്ക് കോസ്മോസിന്റെ ഓണറ്റി പ്രസിഡന്റായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 2022 ഡിസംബർ 29 പെലെ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒക്ടോബർ 23 ബുക്കർ സമ്മാനം നേടിയ പ്രശസ്ത എഴുത്തുകാരൻ അരവിന്ദ് അഡിഗയുടെ ജന്മദിനം കൂടിയാണ്. ബുക്കർ സമ്മാനം നേടിയ ഇന്ത്യൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ് അരവിന്ദ് അഡിഗ. ഇദ്ദേഹത്തിന്റെ ജനനം ഒക്ടോബർ 23 1974. ഇദ്ദേഹത്തിന്റെ ആദ്യ നോവലായ ദി വൈറ്റ് ടൈഗർ 2008 മാൻ ബുക്കർ പുരസ്കാരത്തിന് അർഹമായി. 1974 ഡോക്ടർ കെ മാധവ അഡിഗയുടെയും ഉഷ അഡിഗയുടെയും മകനായി തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അരവിന്ദ് അഡിഗ ജനിച്ചത്. സാമ്പത്തിക പത്രപ്രവർത്തകനായാണ് അഡിഗയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഫൈനാൻഷ്യൽ ടൈംസ്, ദി ഇൻഡിപെൻഡന്റ്, ദി സൺഡേ ടൈംസ്, മണി, വാൾ സ്ട്രീറ്റ് ജേർണൽ എന്നിവയിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ആദ്യം വെളിച്ചം കണ്ടു തുടങ്ങി. പിന്നീട് ടൈം മാഗസിന്റെ കറസ്പോണ്ടന്റായി അവിടെ 3 വർഷത്തോളം സേവനമനുഷ്ഠിച്ച അദ്ദേഹം പിന്നീട് ഫ്രീലാൻസ് പത്രപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു. ഇക്കാലഘട്ടത്തിലാണ് ആദ്യ നോവലായ ദി വൈറ്റ് ടൈഗർ എഴുതുന്നത്. മാൻ ബുക്കർ സമ്മാന ജേതാവായ പീറ്റർ കെറിയുടെ ഓസ്കാർ ആൻഡ് ലൂസിൻഡ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ നിരൂപണം ദി സെക്കൻഡ് ആർട്ടിക്കിൾ വരികയുണ്ടായി. ദി വൈറ്റ് ടൈഗറിന് 2008 ബുക്കർ സമ്മാനം ലഭിച്ചതോടെ ആദ്യ നോവലിന് ഈ പുരസ്കാരം ലഭിക്കുന്ന 4ാമത്തെ വ്യക്തിയായി മാറി അരവിന്ദ് അഡിഗ.